കപ്പ കൊണ്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കേണ്ട ഒരു വിഭവം കൂടെയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിവിടെ 1.5 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളിതിന് പൂള എന്നാട്ടോ പറയാം. മരച്ചീനി, കൊള്ളിക്കിഴങ്ങ്, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണല്ലേ. അപ്പോൾ എന്തായാലും ഞാനിത് 1.5 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്താണ് ഈ കിഴങ്ങിന് പറയാമെന്ന് താഴെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഞാനിതാ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പ്രഷർ കുക്കറിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് വേവിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നത്. ഇത് വേവിച്ചതിന് ശേഷം ഇതിലുള്ള വെള്ളം കളയണം. കാരണം ഇതുപോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളിൽ കുറച്ച് വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയാറ്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് വേണം നമുക്കിത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 3 വിസിലടുപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ട് അതിൽ പ്രഷറൊക്കെ പോയി തുറക്കുമ്പോഴേക്കും ഇതൊരു 90% വെന്തിട്ടുണ്ടാവും കേട്ടോ. ബാക്കി നമുക്കിനി ഒന്നുകൂടെ വേവിക്കാനുണ്ട്. ഈ സമയം കൊണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ളൊരു തേങ്ങ ചിരവി എടുത്തിട്ട് അതിൽ നിന്ന് 1-ാം പാലും 2-ാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മുടെ കപ്പ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനൊരു അയലക്കറി കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മീൻകറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ ഒരു ഐറ്റം. ബീഫാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് കൂടുതലിഷ്ടം നല്ല പുളിയുള്ള മീൻകറിയാണ്. അപ്പോൾ ഞാനിതാ ഊറ്റിയെടുത്ത കപ്പ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി, അതായത് ചെറിയ ഉള്ളി ചതച്ചെടുത്തതും 2 പച്ചമുളക് ചതച്ചെടുത്തതും ചേർത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് കാന്താരി മുളക്, അതായത് ചീനമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കുട്ടികൾക്ക് എരിവ് കൂടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ചേർത്തതാണ്. നമുക്കിത് അതിനിടയിൽ ഓരോന്നെടുത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഈ പച്ചമുളക് ചതച്ചെടുത്തില്ല, അതിന് പകരമായിട്ട് ഈ ചീനമുളക് ചതച്ചാലും മതി. ഇനി ഇതാ 1 കപ്പ് 2-ാം പാൽ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അധികം കട്ടിയില്ലാത്ത 2-ാം പാൽ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. ഒരു 90% നമ്മൾ വെന്തിട്ടുള്ളൂ. ഇനി ഇത് നല്ലപോലെ കുഴമ്പ് രൂപത്തിൽ നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇത് നല്ലപോലെ വേവിച്ച് കുറുക്കി എടുത്തിട്ട് ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അതും ഏകദേശം 1 കപ്പോളം ഉണ്ടായിരുന്നു. നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വേണം കേട്ടോ തേങ്ങാപ്പാൽ ചേർക്കാൻ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും ഇത് ചൂടൊക്കെ ഒന്ന് പോകുമ്പോഴേക്കും നല്ലപോലെ കുറുകി വരും കേട്ടോ. കപ്പയാണല്ലോ, പെട്ടെന്ന് തന്നെ കുറുകി കിട്ടുമല്ലോ. ഇതിലേക്ക് ഇതാ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിവിടെ വാങ്ങി വെക്കുകയാണ് കേട്ടോ. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോവും. ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ. പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഈ ഒരു തൂമിച്ച ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ, അതായത് ഈ ഒരു ചുവന്നുള്ളി മൂപ്പിച്ച ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടെ തിക്കാവണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് വിളമ്പാൻ. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് കിട്ടുക. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയും അയല മുളകിട്ടതും. മത്തി കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അയല വാങ്ങിയിട്ടുള്ളത്. മത്തിയാണെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിരുന്നു. നാടൻ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കേണ്ട ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഈ ഒരു പാൽക്കപ്പ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.